Hi everyone, good morning. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആണ്. ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് 1 ഡയമെൻഷൻ പ്രോബ്ലം മൊഡ്യൂളിലെ നമ്മുടെ സിലബസിലുള്ള ലാസ്റ്റ് ടോപ്പിക്കുമാണ് ഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ ഏകദേശം 4 പ്രോബ്ലംസ്, ഫ്രീ പാർട്ടിക്കിൾസ്, പാർട്ടിക്കിളിൻ്റെ ബോക്സ്, പൊട്ടൻഷ്യൽ ബാരിയർ, വെൽ, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. ആ ചെയ്ത പ്രോബ്ലംസിൻ്റെ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ പ്രോബ്ലംസും ചെയ്യുന്നത്. അപ്പം നമുക്കങ്ങനെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ആദ്യം ഫൈനൈറ്റ് സ്ക്വയർ വെല്ലാണ് ഇവിടെ, ദെൻ ഫൈനൈറ്റ് ആണ്, സ്ക്വയർ ആണ്. അപ്പം എല്ലാം ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഫൈനൈറ്റ് ആണ്. അപ്പം നമ്മുടെ ഇൻഫൈനൈറ്റ് വെല്ല് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ ഫൈനൈറ്റ് വെല്ല് എന്തായിരിക്കും? അതിൻ്റെ പൊട്ടൻഷ്യൽ ഫൈനൈറ്റ് ആണ്. സോ നമ്മൾ ഫൈനൈറ്റ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ പ്രൊഫൈൽ V(x) എഴുതിയിട്ടുണ്ട്. അപ്പോൾ V(x) നമ്മൾ ഫൈനൈറ്റ് ആണ്, ദെൻ സ്ക്വയർ വെല്ലാണ്. അപ്പം അതിന് കറസ്പോണ്ടിങ് V0. ഞാനതിൻ്റെ പിക്ചർ കാണാം. ഇതാണ് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. അപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നതും ഈ തന്നിരിക്കുന്ന പ്ലോട്ടിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആണ്. V0ൻ്റെ വാല്യൂ, V0 2 റീജിയനിൽ, ഇതിപ്പോൾ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3, അങ്ങനെ 3 റീജിയനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2 റീജിയൻ 1ലും റീജിയൻ 3ലും. ഇതിൽ റീജിയൻ 1 എന്ന് പറയുന്നത് ഏതാ റീജിയൻ? x<-a/2. ഇഫ് x എന്ന് പറയുന്നത് പൊസിഷനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ x<a/2 എന്നുള്ള റീജിയൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓക്കെ. അപ്പം നമ്മൾ സ്കാറ്ററിങ് സൊല്യൂഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കാറ്ററിങ് സൊല്യൂഷനിൽ ഈ V0 എന്ന് പറയുന്നതാണ് സ്കാറ്ററിങ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പിക്ചർ ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിൽ ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് പൊസിഷൻ, ആക്സിസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് V(x), ദെൻ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3. അതിൽ 0ക്ക് സിമെട്രിക് ആയിട്ട് -a/2 ലെഫ്റ്റിലേക്കും +a/2 റൈറ്റിലേക്കും. ദെൻ റീജിയൻ 1ലുള്ള സൊല്യൂഷൻ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. a(e⁻k1x) ഈസ് റെപ്രസെൻറ്റ് ദ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ആൻഡ് ദ ബൗണ്ടറി തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് b(e⁻−ik1x). റീജിയൻ 2ൽ c(e⁻ik2x) ഈ റീജിയനിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതും d(e⁻−k2x) ഈ റീജിയനിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നതും. റീജിയൻ 3ൽ റിഫ്ലക്ഷൻ ഇല്ല, ഓൺലി ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. സോ e(e⁻ik1x) അത് ലെഫ്റ്റ് ടേം. നമ്മളവിടെ ട്രാൻസ്മിഷൻ ഇല്ലാത്ത റീസണിൽ നമ്മൾ 0 ആയിട്ടാണ് എടുക്കാറ്. ഓക്കെ. ക്ലാസിക്കലി എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതും കൂടെ നോക്കാം. ക്ലാസിക്കലി റീജിയൻ 1ൽ കറസ്പോണ്ടിങ് ആയിട്ടുണ്ടാകുന്ന മൊമെൻ്റ് എന്തായിരിക്കും? √2m × e⁻v0. അത് കിട്ടുന്നത് നമ്മൾ ഈ വാല്യൂവിലെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി നമുക്ക് K വാല്യൂ കിട്ടും. അപ്പോൾ K വാല്യൂ എന്ന് K സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. മൊമെൻറ്റം P=h(k). അത് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് മൊമെൻറ്റം റീജിയൻ 1ലുള്ള മൊമെൻറ്റം P=√2m × e⁻v0 എന്ന് കിട്ടുക. ദെൻ റീജിയൻ 2ൽ V0ൻ്റെ വാല്യൂ 0 ആണ്. ദെൻ മൊമെൻറ്റം ബിക്കംസ് √2me. റീജിയൻ 3ൽ അഗെയിൻ √2m × e⁻v0. അതാണ് സ്റ്റാൻഡേർഡ് മൊമെൻറ്റം ഉണ്ടാവേണ്ടത്. അപ്പം ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് എന്തായിരിക്കും? റീജിയൻ 1ലുള്ള മൊമെൻ്റ് √2m × e⁻v0. അതായത് റീജിയൻ 1ലുള്ള മൊമെൻ്റമാണ് √2m × e⁻v0. ഈ ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ റീജിയൻ 2ലെത്തുമ്പോൾ ദെൻ ഇറ്റ്സ് മൊമെൻ്റം ഗെറ്റ്സ് ഇൻക്രീസ്ഡ്. into √2me between the region -a/2 less than or equal to x less than or equal to +a/2. Then again its momentum is speed down to √2m × e⁻v0 in region 3 or x greater than a/2. അപ്പം നമ്മൾ ക്ലാസിക്കലി ഒബ്സർവ് ചെയ്യുന്നതാണ് ഒരു ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം. എസ്പെഷ്യലി ഇവിടെ എന്ത് ചെയ്തു? സ്പീഡപ്പ് ചെയ്തു. ദെൻ അതിൻ്റെ വാല്യൂ എഗൈൻ റീജിയൻ 3ലെത്തുമ്പോൾ അതെന്തായി മാറി? എഗൈൻ സ്പീഡ്
കുറഞ്ഞു. അപ്പം നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്താണ്, അവിടെ റിഫ്ലക്ഷൻ ഒന്നുമില്ല. ഓൾ പാർട്ടിക്കിൾ ഗെറ്റ്സ് എന്ത് ചെയ്യാം, ട്രാൻസ്മിറ്റ് ചെയ്ത് പോവാം. അവിടെ റിഫ്ലക്ഷൻ്റെ പോസിബിലിറ്റി ഒന്നുമില്ല. കാരണം ഇവിടെ സ്പീഡ്, ഈ റീജിയനിൽ സ്പീഡ് റീജിയൻ 1 ഇൻസിഡൻറ്റ് പാർട്ടിക്കിളിന് വരുന്നത് ഒരു കോൺസ്റ്റൻറ്റ് മൊമെൻറ്റത്തോടെ വരും. ഇത് മൊമെൻറ്റം √2m(d-v0). ദെൻ അതിൻ്റെ സ്പീഡ് എന്ത് ചെയ്യും, സഡൻലി ഇൻക്രീസ് ചെയ്യും. ഓർ ഇറ്റ് ബിക്കം സ്പീഡ് അപ്പ് ഇൻ റീജിയൻ 2, ദെൻ സ്ലോ ഡൗൺ ചെയ്യും. അപ്പം എന്താണ്, അവിടെ പാർട്ടിക്കിളെല്ലാം കംപ്ലീറ്റ്ലി എന്ത് ചെയ്ത് പോകും, ട്രാൻസ്മിറ്റ് ചെയ്ത് പോകും. ദർ ഇസ് നോ ചാൻസ് ടു റിഫ്ലക്ഷൻ. ഇതാണ് നമ്മൾ ക്ലാസിക്കലി ഒബ്സർവ് ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി നമ്മൾ നേരത്തെ ബാരിയറൊക്കെ യൂസ് ചെയ്ത മെത്തേഡ് വെച്ച് ചെയ്താൽ വി ഹാവ് റീജിയൻ 1 റിഫ്ലക്ഷനും ഉണ്ട്, ട്രാൻസ്മിഷനും ഉണ്ട്. റീജിയൻ 2 റിഫ്ലക്ഷനും ട്രാൻസ്മിഷനും ഉണ്ട്. റീജിയൻ 3 ട്രാൻസ്മിഷൻ മാത്രമേ ഉള്ളൂ. ആ പ്രോബ്ലം ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ്. ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോട്ട്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ റീജിയൻ 1, റീജിയൻ 2, റീജിയൻ 3 ഇൻ സ്കാറ്ററിംഗ് പ്രോബ്ലം ഓർ ഈ ഗ്രേറ്റർ ദാൻ V0 എന്നുള്ള ഫസ്റ്റ് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഈ ലെസ് ദാൻ V0 എന്നുള്ള കേസും കൂടെ ഡിസ്കസ് ചെയ്യാം. ക്ലാസിക്കലി ഒബ്സർവ് ചെയ്യുന്നത് T=1, R=0. ദർ ഇസ് നോ ചാൻസ് ഫോർ റിഫ്ലക്ഷൻ. ബട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, റിഫ്ലക്ഷൻ ചാൻസ് കിട്ടുന്നുണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണേ. നെക്സ്റ്റ് ബൗണ്ട് സ്റ്റേറ്റ് സൊല്യൂഷൻ. ബൗണ്ട് സ്റ്റേറ്റ് സൊല്യൂഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. വി റെപ്രസെൻറ്റ് 0. ഇൻസിഡൻറ്റ് എനർജി V0-നേക്കാളും കുറവാണ്. ദ വാല്യൂ ഓഫ് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾസ് ഇൻസിഡൻറ്റ് എനർജി ലൈസ് ബിറ്റ്വീൻ 0 ആൻഡ് V0. അപ്പം ക്ലാസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കലും പാർട്ടിക്കിൾ എന്ത് ചെയ്യില്ല, ഈ ബോക്സ് മീൻസ് ഈ റീജിയൻ 2 തന്നെ എന്ത് ചെയ്യുന്ന, റീജിയൻ 2 റീജിയൻ 3 റീജിയൻ 1 റീജിയൻ 3 എന്ത് ചെയ്യാൻ കഴിയില്ല, ക്ലാസിക്കലി പാർട്ടിക്കിളിന് എന്ത് ചെയ്യാൻ കഴിയില്ല, പോകാൻ കഴിയില്ല. കാരണം അതെന്താണ്, ക്ലാസിക്കലി ഫോർബിഡൻ റീജിയൻ ആണ്. അപ്പം ഈ റീജിയൻ 2 തന്നെ, അതായത് റീജിയൻ ബിറ്റ്വീൻ -a/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു +a/2 എന്നുള്ള ആ റീജിയനിൽ തന്നെ പാർട്ടിക്കിൾ എന്ത് ചെയ്യും, ബൗൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ബൗൺസ് ചെയ്യും. ദ പാർട്ടിക്കിൾ വിൽ ബൗൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ -a/2 and +a/2 with a constant momentum p is equal to √2me. അടുത്ത മൊമെൻറ്റം p is equal to √2me നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. റീജിയൻ 1 മൊമെൻറ്റം എന്തായിരിക്കും, √2m E -V0 ആണ്. അപ്പം E -V0 എന്നുള്ള ക്വാണ്ടിറ്റി റീജിയൻ 1 റീജിയൻ 3 നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് മൊമെൻറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലാസിക്കലി എന്ത് ചെയ്യാനില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. സോ ക്ലാസിക്കലി വി എക്സ്പെക്ട് ചെയ്യുന്നത് ഈ റീജിയൻ 2 ദ പാർട്ടിക്കിൾ വിൽ ബൗൺസ് ബാക്ക് ആൻഡ് ഫോർത്ത് ഇൻ ദിസ് റീജിയൻ ബിറ്റ്വീൻ -a/2 and +a/2. സോ ക്വാണ്ടം മെക്കാനിക്കിലെ എന്താണ് വാട്ട് ഹാപ്പൻ, അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റീജിയൻ 1 റീജിയൻ 2 റീജിയൻ 3 ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുക. ദെൻ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ദെൻ സൊല്യൂഷൻസ് എഴുതും. സോ നമ്മൾ റീജിയൻ 1 ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്, -h²/2m d² ψ1, where ψ1 be the wave function in region 1, d² ψ1/dx² plus V0. V0 is the potential energy in region 1. V0 ψ1 of x is equal to E ψ1 of x for region 1 or x less than -a/2. On rearranging the Schrodinger equation, we get d² ψ1/dx² minus 2mv0/h² ψ1 of x is equal to -2me/h² ψ1 of x. Taking the right hand term into left side, d² ψ1/dx² plus 2me/h² ψ1 of x minus 2mv0/h² ψ1 of x is equal to 0. Combining the second and third term, d² ψ1/dx² plus 2m/h² e minus v0 ψ1 of x is equal to 0. We have the value of v0 is greater than that of incident particle energy. So we reverse the equation, d² ψ1/dx² minus 2m/h² into v0 minus c ψ1 of x is equal to 0. ഈ ഒരു ചേഞ്ച് വെച്ചത് e മൈനസ് v0 എന്നുള്ള ടേം ഓൾറെഡി നെഗറ്റീവ് ആയിരിക്കും. സോ v0 മൈനസ് ഇ പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് കോമൺ ആയിട്ട് പുറത്തെടുത്തത്. ദെൻ
എഗെയിൻ റീഅറേഞ്ച് ചെയ്യുക ഇൻ ടേംസ് ഓഫ് നമ്മൾ ഈ വാല്യൂ 2m/h² into v0 minus e equal to k1 square. k1 is equal to or k1 is equal to root of 2m/h² into v0 minus e. നമ്മൾ ആ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റിലൂടെ നമ്മുടെ ഇക്വേഷൻ സ്ട്രോഡിഞ്ചർ ഇക്വേഷൻ റീജിയൻ 1 ഗെറ്റ് d² psi1/dx² മൈനസ് k1² psi1 of x is equal to 0 or d²/dx² minus k1² psi1 of x 0 for region 1 or for x less than minus a/2. x less than minus a/2 is the equation number 1. Similarly, ഈ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ റീജിയൻ 2ലെയും റീജിയൻ 3ലെയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കൂടെ കിട്ടും. അങ്ങനെ 3 ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമ്പർ 1 ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ റീജിയൻ 1, then equation 2 be the same in region 2 and equation 3 is that in region 3. Combining these 3 equation നമുക്ക് ബൗണ്ടറി കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്യണം. സോ ദ റീജിയൻ 2ലുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ റീജിയൻ 2 ബി ദ d²/dx² plus k2² into psi2 of x equal to 0 is the equation 2. നേരത്തെ ചെയ്ത സിമിലർ പ്രൊസീജിയറിലൂടെയാണ് ചെയ്തത്. ഞാൻ ആ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ഇൻ റീജിയൻ 3 വി ഗെറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ d²/dx² minus k1² into psi3 of x is equal to 0 for x greater than a/2, where k1² is equal to 2m/h² v0 minus e and k2² is the 2me/h². സോ നമുക്ക് 3 റീജിയനിലുള്ളയും ഷ്രോഡിഞ്ചർ ഇക്വേഷൻ കിട്ടി. ദെൻ നമുക്ക് ഫിസിക്കലി ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ കൂടെ കണ്ടുപിടിക്കണം. 3 റീജിയനിലെയും സൊല്യൂഷൻ നമുക്കറിയാം, ആ സൊല്യൂഷനും കൂടെ കിട്ടണം. ഓൺ സോൾവിങ് നമ്മൾ ഫസ്റ്റ് റീജിയൻ 1ലെയും റീജിയൻ 3ലെയും സൊല്യൂഷനാണ് നോക്കുന്നത്. അപ്പം ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഓർ psi1 of x equal to a e raised to plus k1x plus b into e raised to minus k1x. Again psi3 of x is the wave function in the region 3 or x greater than a/2 d e raised to minus k1x plus e raised to plus k1x. ഈ 2 സൊല്യൂഷനും ഫിസിക്കലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ടേം ഈ ഫസ്റ്റ് ടേംസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഇൻ റീജിയൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ലെസ് ദാൻ മൈനസ് a/2. അപ്പം ഫിസിക്കലി ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആകുമ്പം എക്സ് നെഗറ്റീവ് എക്സ് ആക്സിസിലുള്ള റീജിയനിലുള്ള വേവ് ഫംഗ്ഷനാണ്. അപ്പം നെഗറ്റീവ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പം ഈ സെക്കൻഡ് ടേം എന്തായി പോകും, ബ്ലോ അപ്പ് ചെയ്ത് പോകും. സോ ഫംഗ്ഷൻ ബിക്കംസ് ഇൻഫിനിറ്റ് ആയി പോകും. അപ്പം നമുക്ക് സെക്കൻഡ് സൊല്യൂഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ ഈ ടേം അതിൽ ബി ടെൻസ് ടു 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യും. സിമിലർലി psi3 of x നമ്മൾ അഗെയിൻ ഫസ്റ്റ് ടേം മാത്രമേ കൺസിഡർ ചെയ്യുക, കാരണം പോസിറ്റീവ് ആക്സിസ് ആണ് തേർഡ് റീജിയൻ. അപ്പോൾ തേർഡ് റീജിയൻ പ്ലസ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പം ഈ ദിസ് ടേം ലാസ്റ്റ് ടേം ഫോർത്ത് ടേം വിൽ ബ്ലോ അപ്പ്. സോ നമ്മൾ ഈസ് ഈക്വൽ ടു 0 ആയിട്ട് എടുക്കും. അപ്പോൾ നമ്മൾ ഇതിലെ ഫസ്റ്റ് സൊല്യൂഷൻ psi1 of x equal to ഈ 2 ടേം ഉണ്ടാവില്ല, ബാക്കി മാത്രം എന്തുണ്ടാവുള്ളൂ psi1 of x equal to a e raised to plus k1x for the region x less than minus a/2 and psi3 of x equal to d e raised to minus k1x for the region x greater than a/2. ഇനി സെക്കൻഡ് റീജിയനിലുള്ള സൊല്യൂഷൻ കൂടെ നോക്കുക. സെക്കൻഡ് റീജിയൻ പറഞ്ഞാൽ ഒരു ബൗണ്ട് സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിരിക്കും വരിക. ഇപ്പം നമ്മൾ ബേസ്ഡ് ഓൺ ഓഡ് ഫംഗ്ഷൻ ആണോ അണ്ടർ സ്പേസ് ഇൻവേർഷൻ്റെ ടൈമിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ ഐദർ ഈവൻ ആണോ ഓഡാണോ ബേസ്ഡ് ഓൺ ദിസ് പാരിറ്റി നമുക്ക് 2 സൊല്യൂഷൻ കിട്ടും. അതായത് ഓഡ് പാരിറ്റി ആണെങ്കിൽ ഓർ ഓഡ് പാരിറ്റി മീൻസ് ആൻറ്റി വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കും, ഓർ സിമെട്രിക് ഓർ ഈവൻ പാരിറ്റി ആണെങ്കിൽ വേറൊരു സൊല്യൂഷൻ ആയിരിക്കും. അപ്പം ബേസ്ഡ് ഓൺ ദാറ്റ് പാരിറ്റിയും കൂടെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജനറൽ ആയിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ എഴുതാണ്. എഗെയിൻ ഇവിടെ ബി ടേമും ഈ ടേമും, അതായത് ഇവിടെ ഇപ്പം ഈ 2 ടേമും കൺസിഡർ ചെയ്യുന്നില്ല. ഈ കോയിഫിഷ്യൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഫർദർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക ഈ 2 ടേമും എന്താണ് 0 ആണ്. കാരണം അത് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ വേവ് ഫംഗ്ഷൻ എന്ത് തന്നെ ആയിരിക്കണം, എക്സിസ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. സോ നമ്മൾ ബേസ്ഡ് ഓൺ ദ പാരിറ്റി നമ്മൾ ആൻറ്റി സിമെട്രിക് അതോർ ഓഡ് പാരിറ്റിക്ക് റെസ്പോണ്ടിങ് ആയിട്ടാണ് ആൻറ്റി സിമെട്രിക് വേവ് ഫംഗ്ഷൻ കിട്ടുക. അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ആൻറ്റി സിമെട്രി ആണെങ്കിൽ psi a of x,
സിമെട്രി ആണെങ്കിൽ നമ്മൾ psi s of എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. psi a of x be the psi a ആൻറ്റി സിമെട്രി ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് 3 റീജിയനിലുള്ള സൊല്യൂഷനാണ് എഴുതിയിരിക്കുന്നത്. റീജിയൻ 1ലുള്ള a raised to k1x we have already discussed. in region 2 c into sin k2x നമ്മൾ ഓൾറെഡി പാർട്ടിക്കിൾ ബോക്സിൽ ചെയ്തത് c sin kx പ്ലസ് a sin kx പ്ലസ് അവിടെ എയും ബി ആണ് കോഎഫിഷ്യൻ്റ് യൂസ് ചെയ്തത്. ദാറ്റ്സ് നെവർ മൈൻഡ് a sin kx പ്ലസ് ബി കോസ് കെ എക്സ് ആ ഒരു ഇക്വേഷനാണ് ഇത് കിട്ടിയത്. മൈനസ് എ ഇൻ ദ റീജിയൻ മൈനസ് എ ബൈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ 2 ആൻഡ് ഫോർ തേർഡ് റീജിയൻ ഡി റേസ് ടു മൈനസ് k1x again already discussed. അപ്പോൾ നമുക്ക് ആൻറ്റി സിമെട്രിക് ഓർ ഓഡ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ കിട്ടി. സിമിലർലി ഈവൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഈവൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഓർ സിമെട്രിക് വേവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ വി റെപ്രസെൻറ്റഡ് ആസ് psi s of x. അഗെയിൻ റീജിയൻ 1ലുള്ള വേവ് ഫംഗ്ഷൻ a raised to k1x, റീജിയൻ 2ലുള്ളത് b cos of k2x. ഈ ബിയും നേരത്തെ നമ്മൾ 0 ആക്കിയെടുത്ത ബിയും കൺഫ്യൂഷൻ ആവരുത്. നേരത്തെ ബി എന്നുള്ള കേസ് ജസ്റ്റ് ഇല്ല, ഞാൻ ടെക്സ്റ്റിൽ അതേ നൊട്ടേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ്. അവിടെ എങ്ങനെ സെക്കൻഡ് ടേം 0 ആയെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേയുള്ളൂ. ദെൻ b into cos of k2x in region 2 that is minus a by 2 less than or equal to x less than or equal to a by 2. then in region 3 d into e raised to minus k1x. നെക്സ്റ്റ് ഈ രണ്ട് കേസിലെയും ഈവൻ സിമെട്രിക് വേവ് ഫംഗ്ഷനിലെയും അസിമെട്രിക് വേവ് ഫംഗ്ഷനിലെയും കേസ് സ്പെഷ്യലി കൺസിഡർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് എ ബൈ 2ലെയും മൈനസ് എ ബൈ 2ലെയും ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. സോ വി ഹാവ് ദ ബൗണ്ടറി കണ്ടീഷൻ. രണ്ട് റീജിയൻ ഓൾറെഡി പറഞ്ഞു, psi 1 and psi 2 should equal to at minus a by 2 and it correspond and its first derivative. Similarly psi 2 and psi 3 should equal at plus a by 2 and corresponding its first derivative. ഫസ്റ്റ് നമ്മൾ ആൻറ്റി സിമെട്രിക്കിൻ്റെ കേസിലുള്ള ബൗണ്ടറി കണ്ടീഷനാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ psi 1 should equal to psi 2 at minus a by 2. psi 1 പറഞ്ഞാൽ a raised to k1x equal to c sin k2x. അതേപോലെ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ വാല്യൂ അപ്ലൈ ചെയ്താൽ വി ഗെറ്റ് a raised to വാല്യൂ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, a raised to minus k1 a by 2 is equal to c into sin minus k2 a by 2 is the equation number 8. And from second boundary condition we obtain k1 is equal to a into e raised to minus k1 a by 2 is equal to minus k2 into c sin derivative minus cos of k2 a by 2. then next ചെയ്യാനുള്ള നമുക്ക് ലോഗരിതമിക് ഡെറിവേറ്റീവ് ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 9 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 8. സോ വി ഗെറ്റ് 9/8. ഇക്വേഷൻ 9/8 ചെയ്യുക. ലോഗരിതമിക് ഡെറിവേറ്റീവ് ഓർ ഇക്വേഷൻ 9/8 ചെയ്യുമ്പോൾ വി ഗെറ്റ് k1 ഡിവൈഡഡ് ബൈ k1 ചെയ്യുമ്പം ഇക്വേഷൻ 9 ഇതാണ് ഇക്വേഷൻ 8. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പം a raised to സെയിം വേവ് ഫംഗ്ഷൻ ഡിലീറ്റ് ചെയ്യും, ബാക്കി ഉണ്ടാവുക k1 ആയിരിക്കും. ദെൻ കോസ് ബൈ സൈൻ എന്ന് പറയുന്നത് കോട്ടാണ്. കോസ് ഓഫ് മൈനസ് തീറ്റ കോസ് തീറ്റ എന്നുള്ള അല്ലെങ്കിൽ കോട്ട് ഓഫ് ആംഗിൾ, അങ്ങനെ മൈനസ് ആയി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ സി ഗെറ്റ് ക്യാൻസൽ, ദെൻ ഒരു മൈനസ് k2 ഉണ്ടാവും. ഒരു ഇക്വേഷൻ ഒന്ന് റീപ്ലേസ് ചെയ്താൽ k2 കോട്ട് ഓഫ് k2a ഡിവൈഡഡ് ബൈ 2 is equal to മൈനസ് k1. മൈനസ് ലെഫ്റ്റിലേക്ക് എടുത്തു, ചെറിയൊരു ഡിഫറൻസ് മാത്രമല്ലോ. സിമിലർലി ഇതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സിമെട്രിക് വേവ് ഫംഗ്ഷന് ചെയ്യാം. അപ്പോൾ ആദ്യം സിമെട്രിക് വേവ് ഫംഗ്ഷൻ്റെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. ദെൻ രണ്ട് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തതിൽ ലോഗരിതമിക് ഡെറിവേറ്റീവ് എടുക്കുക. ലോഗരിതമിക് ഡെറിവേറ്റീവ് പറഞ്ഞാൽ 1/psi 1 into d psi 1/dx എന്നുള്ള ആ ഫോമിലേക്കാണ്. ഇത് പറഞ്ഞാൽ ഡെറിവേറ്റീവ് അല്ലേ, d psi 1/dx, ഇത് psi 1. അപ്പോൾ d psi 1/dx കണ്ട് അതിനെ psi 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഒരു മെത്തേഡിനാണ് ലോഗരിതമിക്, അല്ലെങ്കിൽ ആ ഒരു ലോഗരിതമിക് ഡെറിവേറ്റീവിൻ്റെ ഫോർമാറ്റിലാണ്. അപ്പം ഇതേപോലെ നമ്മൾ സിമെട്രിക് വേവ് ഫംഗ്ഷനും ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ 11 ആയിട്ട് കിട്ടുന്നത്
ഇക്വേഷൻ 11 ആയിട്ട് കിട്ടും. നമ്മൾ ആൻറ്റി സിമെട്രിക് ചെയ്ത പോലെ സിമെട്രിക്കിലും ചെയ്താൽ K2 tan of K2a/2 is equal to K1. നമ്മൾ ഓൾറെഡി ചെയ്ത K2 cot of ഇക്വേഷൻ 10 ഞാനൊന്ന് എടുത്തെഴുതിയതാണ്. K2 cot of K2a/2 is equal to minus K1. ഇനി ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്. റീഅറേഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം K1ൻ്റെയും K2ൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ ഒരു ഇക്വേഷൻ 10 മാത്രം യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അതേ മെത്തേഡ് തന്നെ നിങ്ങൾ ഇക്വേഷൻ 11ലും ചെയ്യാം. അപ്പം നമുക്കൊരു ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ കിട്ടും. അപ്പം ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ 10 ആണ് ഞാൻ ചെയ്യുന്നത്, നിങ്ങൾ 11 കൂടെ ചെയ്യുക. അപ്പം ചെയ്യുന്നത് ഇക്വേഷൻ 10 K1ൻ്റെയും K2ൻ്റെയും വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റും. സോ ഇക്വേഷൻ 10 ഞാനൊന്ന് എടുത്തെഴുതി. ഇക്വേഷൻ 10 പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വേഷൻ 10 K2 cot K2 of A is equal to minus K1. ദെൻ ഞാൻ പറഞ്ഞു K1ൻ്റെയും K2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വി ഹാവ് K2 is equal to root of 2me/h² cot of K2 പറഞ്ഞാൽ K2 into a/2 ആണ്. അപ്പോൾ root of 2me/h². ഞാൻ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് റൂട്ട് വരാൻ വേണ്ടിയിട്ട് a/2 എന്നുള്ളതിനെ സ്ക്വയർ ചെയ്ത് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി. ദെൻ മൈനസ് K1 is equal to മൈനസ് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്. K1 പറഞ്ഞാൽ root of 2m/h², v0 മൈനസ് ഈ രണ്ടും രണ്ട് ടേമായിട്ട് തന്നെ എഴുതി. ദെൻ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. ദ ഹോൾ ഇക്വേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് a/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ഓർ റൂട്ട് ഓഫ് a²/4. അപ്പം ഇക്വേഷനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 2mb/h² ഇൻറ്റു a²/4 ഇൻറ്റു കോട്ട് ഓഫ് ആംഗിൾ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2mv0/h². a/2 റൂട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ a²/4. ദെൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഇവിടെ ഇപ്പോൾ എല്ലാ ടേംസും എന്താ തന്നെ സിമിലർ ടേംസ് തന്നെയാണ്. അതിൽ ഞാൻ ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് ma²en ഈനെ ഞാൻ en ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക. കാരണം ബൗണ്ട് സ്റ്റേറ്റിന് എന്നിനെ കറസ്പോണ്ടിങ് ആയിട്ടല്ല എനർജി ഉണ്ടാവുക. ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ന് കൊടുത്തു. by2h² ഇൻറ്റു കോട്ട് ഓഫ് എഗെയിൻ സിമിലർ മോഡിഫിക്കേഷൻ ഞാൻ ഹോൾ ഇക്വേഷൻ ത്രൂ ഔട്ട് ദ ഇക്വേഷൻ ചെയ്തു. ദെൻ ചെറിയൊരു ചിന്ന സബ്സ്റ്റിറ്റ്യൂഷൻ വേർ root of ma²en/2h² is the alpha n or alpha n² is equal to ma²en/2h². This term be the alpha n. So എന്ത് കിട്ടും? alpha n cot of alpha n is equal to minus root of again ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പറഞ്ഞാൽ ma² v0/2h² be the r². ma² v0/2h² is the r². ma² v0/2h² is the r². ഇത് റൂട്ട് ഇവിടെ കോമൺ ആയിട്ട് വന്ന റൂട്ടിൻ്റെ ഉള്ളിലുള്ള സബ്സ്ട്രാക്ഷൻ ആയതുകൊണ്ടാണ്. റൂട്ട് ഓഫ് r² മൈനസ് എഗെയിൻ ആൽഫ n². ദിസ് ഫോർ ദ ഓഡ് സ്റ്റേറ്റ്. എഗെയിൻ ഒരു റീഅറേഞ്ച്മെൻറ്റ് മെത്തേഡിലൂടെ വി ഗെറ്റ് മൈനസ് ആൽഫ n cot alpha n is equal to root of r² minus alpha n². This for the odd state and is the equation number 12. സിമിലർലി നമ്മൾ ഇതേപോലെ ഈവൻ സ്റ്റേറ്റിനും ചെയ്താൽ സിമിലർ മെത്തേഡിൽ നിങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ ആൽഫ n tan alpha n is equal to root of r² minus alpha n² is for the even state and is the equation number 13. സോ നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയറിൽ ബൗണ്ട് സ്റ്റേറ്റ് സൊല്യൂഷന് നമുക്ക് കിട്ടിയ രണ്ട് സൊല്യൂഷൻസാണ്. ഈ രണ്ട് സൊല്യൂഷൻ അതായത് ഇക്വേഷൻ 12ൻ്റെയും ഇക്വേഷൻ 13നും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു സർക്കിൾ ഇക്വേഷൻ ഓഫ് സർക്കിളിൻ്റെ ഫോമാറ്റിലാണ് ഉള്ളത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസും റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ഓഫ് സർക്കിളിൻ്റെ ഫോമാറ്റിലും ഉള്ളത്. അപ്പം നമുക്കിതൊരു എന്താണ് ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷനാണ്. വി ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ. ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ കഴിയില്ല? സോൾവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ എയ്തർ ഗ്രാഫിക്കലി ഓർ ന്യൂമറിക്കലി സോൾവ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മളിവിടെ ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്ഡെൻ്റൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ രണ്ട് ഇക്വേഷനും ഒരു ഗ്രാഫിൽ വെക്കും. ഒന്ന് കോട്ടാണ്, ഒന്ന് കോട്ടിൻ ആണ്, ഒന്ന് ടാൻ ആണ്. ദെൻ ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് കോമൺ ആയിട്ടും സെയിം ഒരു സർക്കിളിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ നമ്മളൊരു ഗ്രാഫിൽ നമ്മളൊരു കോട്ട്, ഒരു ടാൻ, ഒരു ഇക്വേഷൻ ഓഫ് സർക്കിൾ, അങ്ങനത്തെ 3 ഗ്രാഫ് കമ്പൈൻ ചെയ്തു. ദെൻ ദീസ്
ടു ഗ്രാഫ്സ് വിൽ കമ്പൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത ആ പോയിൻ്റ് ആയിരിക്കും എന്ത് കറസ്പോണ്ടിങ് സൊല്യൂഷൻ. ഇപ്പോൾ കോഡ് കർവും സർക്കിളിൻ്റെ ഇക്വേഷൻ ഓഫ് സർക്കിളും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുന്ന ആ പോയിൻ്റാണ് ഓഡ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ട് സ്റ്റേറ്റ്. ഇനി ഈവനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാനിൻ്റെ കർവും ഇക്വേഷൻ ഓഫ് സർക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കിളിൻ്റെ കർവും കോയിൻസൈഡ് ചെയ്യുന്നതാണ് ഈവൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ട് സ്റ്റേറ്റ്. സോ ഞാൻ സർക്കിള് ടാന് കോട്ട് മൂന്നും കൂടെ ഒരു കർവിൽ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താണ്. അതിൽ ഗ്രീൻ ഇങ്ങോട്ട് വരച്ചത് ആൽഫ ആൻഡ് ടാൻ ആൽഫ എന്നുള്ളതും നമുക്കറിയാം ടാനിൻ്റെയും കോട്ടിൻ്റെയും ഇൻഫിനിറ്റി π/2 അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് പോകുമ്പം അസിംപ്ടോട്ടായിട്ടാണ് പോവുക. ടാൻ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് 0 to π, ദെൻ π2, ദെൻ കോട്ടും അതിൻ്റെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ്. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ടാനിൻ്റെയും കോട്ടിൻ്റെയും കർവ്. അപ്പം ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് ടാൻ കോട്ട് അങ്ങനെയാണ് കർവ് ഉണ്ടാവുക. ദെൻ ഇൻഫിനിറ്റിലേക്ക് അസിംപ്ടോട്ടായിട്ടാണ് π/2 എന്നുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിസിൽ അസിംപ്ടോട്ടാക്കിയിട്ടാണ് പോവുക. ദെൻ നമ്മളിവിടെ 2 സർക്കിൾ വരച്ചിട്ടുണ്ട്. ഒരു സ്മോൾ സർക്കിളും കുറച്ചുകൂടെ ലാർജറായിട്ടുള്ള റേഡിയസ് ഉള്ള സർക്കിളും. ഇവിടെ ഫസ്റ്റ് സർക്കിളിന് സ്മോൾ സർക്കിളിന് റേഡിയസ് കുറവാണ്. ഇതിൻ്റെ റേഡിയസ് ഇതായിരിക്കും ഇതിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ഈ ഒരു മെഷർമെൻറ്റ് സർക്കിളല്ലേ. അപ്പം ഈ ഒരു സർക്കിളിൻ്റെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻ്റാണ്. ആ പോയിന്റിലാണ് ആ സർക്കിളും ടാൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ടാനാണുള്ളത്. ടാനും കോയിൻസൈഡ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ്. അപ്പം n=0 എന്നുള്ളതാണ് ഈ ഒരു കറസ്പോണ്ടിങ് ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ഓർ ബൗണ്ട് സ്റ്റേറ്റ്. അത് തന്നെ ആയിരിക്കും ഗ്രൗണ്ട് ബൗണ്ട് സ്റ്റേറ്റ്. അപ്പം ഇത് ടാൻ എപ്പോഴും ഓഡ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരുന്നു. ടാൻ എപ്പോഴും ഈവൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ബൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കും ഒരു ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. n=0 ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ട് സ്റ്റേറ്റ് ഒരു ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് ആണ്. കാരണം അത് ടച്ച് ചെയ്യുന്നത് ടാനിനാണ്. ടാൻ ഈവൻ സിമെട്രി അല്ലെങ്കിൽ സിമെട്രിക്ക് ഈവൻ പാരിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. സിമിലർലി നമ്മൾ കുറച്ചുകൂടെ ലാർജ് റേഡിയസിലുള്ളത് ഈ റേഡിയസിലുള്ള എൻ്റെ ഫിഗറിൽ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിലും ഈ റേഡിയസിലുള്ള ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുമ്പം അത് ഏകദേശം 4 പോയിന്റിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് n=0 എന്നുള്ള ഫസ്റ്റ് ക്വാഡ്രൻറ്റിലുള്ള ടാൻ അതൊരു ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. ദെൻ n=1 എന്നുള്ളത് കോട്ടാണ്. അപ്പം കോട്ടായതുകൊണ്ട് അതൊരു ഓഡ് ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. എഗെയിൻ തേർഡ് ക്വാഡ്രൻറ്റിൽ n=2 ടച്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു എഗെയിൻ ഈവൻ ബൗണ്ട് സ്റ്റേറ്റ്. ദെൻ ലാസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ n=3 എന്ന് പറയുന്ന ഓഡ് ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബൗണ്ട് സ്റ്റേറ്റ്. ഫസ്റ്റ് ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും ഗ്രൗണ്ട് സ്റ്റേറ്റ് എപ്പോഴും ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും. കാരണം ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എപ്പോഴും എന്താണുള്ളത് ടാൻ ആണുള്ളത്. അതുകൊണ്ടാണ് ഈവൻ ബൗണ്ട് സ്റ്റേറ്റ്. ദെൻ ഓൾട്ടർനേറ്റ് ആയിട്ട് ഈവൻ ദെൻ ഓഡ് ദെൻ ഈവൻ ഓഡ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ലാർജ് സർക്കിൾ ആണെങ്കിൽ എഗെയിൻ ഈ ഫോർമാറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും നമ്പർ ഓഫ് ബൗണ്ട് സ്റ്റേറ്റ് നമ്മൾ ഫസ്റ്റ് സ്മോൾ സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബൗണ്ട് സ്റ്റേറ്റ് കൺസിഡർ ചെയ്തുള്ളൂ. കുറച്ചുകൂടി ലാർജർ റേഡിയസ് ഉള്ള സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് 4 ബൗണ്ട് സ്റ്റേറ്റ് 2 ഓഡ് ബൗണ്ട് സ്റ്റേറ്റും 2 ഈവൻ ബൗണ്ട് സ്റ്റേറ്റും കിട്ടി. അപ്പം എപ്പോഴും സൈസ് ഓഫ് ദ റേഡിയസ് ഓർ സൈസ് ഓഫ് ദ ആറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ബൗണ്ട് സ്റ്റേറ്റ്. അപ്പം നമുക്കറിയണം നമ്മൾ ആറ് എന്ന് പറഞ്ഞ് നമ്മൾ എന്തായിരുന്നു ഡിഫൈൻ ചെയ്തത്. വി ഹാവ് r² m a² v0 ഡിവൈഡഡ് ബൈ 2h². നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തത് r² എന്താണ് ma² v0 ഡിവൈഡഡ് ബൈ 2h². അപ്പം ആറിൻ്റെ സൈസിനെയാണ് നമ്മുടെ നമ്പർ ഓഫ് ബൗണ്ട് സ്റ്റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം യൂഷ്വലി ആർ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് m ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, v0യും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേർ a ഈസ് ദ ബാരിയറിൻ്റെ വിഡ്ത്ത് ആണെങ്കിൽ v0 ഈസ് ദ എന്താണ് ഡെപ്ത് ആണ്. അപ്പം
എപ്പോഴും ഒരു പൊട്ടൻഷ്യലിൻ്റെ ഡെപ്തിനെയും ബ്രെഡ്ത്തിനെയുമാണ് ആറ് ഡിപ്പെൻഡ് ചെയ്യുക. സോ ലാർജർ ദ ഡെപ്ത് മോർ ഡിപ്ലീറ്റഡ് ദ പൊട്ടൻഷ്യൽ ആർ വിൽ ബി ദ ലാർജർ ആൻഡ് ദ ബൗണ്ട് സ്റ്റേറ്റ് വിൽ ബി ദ ലാർജ്. അപ്പം ആറിൻ്റെ സൈസിനനുസരിച്ച് നമ്പർ ഓഫ് ബൗണ്ട് സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ആറിൻ്റെ സൈസ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എ ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ വെൽ. ഈ ബ്രെഡ്ത്ത് ആയിരുന്നു എന്ത്? എ -a/2 to +a/2 whatever bits. and v0 is the its depth. അപ്പോൾ മോർ ഡീപ്പറും മോർ ബ്രെഡ്ത്തറും ആണെങ്കിൽ ആറിൻ്റെ സൈസ് കൂടുതലായിരിക്കും. മോർ നമ്പർ ഓഫ് ബൗണ്ട് സ്റ്റേറ്റ് അവിടെ കാണും. ഇനി നമ്മൾ ഓരോ സ്പെഷ്യൽ കേസ് ഈ ഫിഗർ വെച്ചിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ ഫിഗർ ഒന്ന് നോട്ട് ചെയ്ത് വരയ്ക്കുക. ഡിഫറെൻറ്റ് പെൻ ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ വരയ്ക്കെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആവുള്ളൂ. ഇനി നമ്മൾ ആറിൻ്റെ റേഞ്ചിനനുസരിച്ച് എങ്ങനെ ബൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് റേഡിയസ് 0 <r π/2, 0 <r π/2, അതായത് 0 <r π/2. അപ്പം ആറിൻ്റെ വാല്യൂ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത സർക്കിൾ തന്നെ അസ്യൂം ചെയ്യാം. അപ്പം ഇത് നമ്മൾ ഓൾറെഡി കണ്ടു 1 ബൗണ്ട് സ്റ്റേറ്റ് ആണെന്ന്. അപ്പം 0 <r π/2. അപ്പം നമുക്ക് ഇൻ ടേംസ് ഓഫ് v0ൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ സ്ക്വയർ ചെയ്തു. ഇനിക്വാലിറ്റി സ്ക്വയർ ചെയ്തു. 0 <r2 π² or π/2 whole square. ദെൻ r² വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 ma² v0 divided by 2h² π²/4. again 0 v0 മാത്രം ഇവിടെ വെച്ച് ബാക്കി ടേംസൊക്കെ രണ്ട് സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 0 ആയതുകൊണ്ട് കുഴപ്പമില്ല. 0 v0 π/2 whole square into 2h² ma². ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ യൂസ് ചെയ്യുക. രണ്ട് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഓൺലി 1 ബൗണ്ട് സ്റ്റേറ്റ് ആണ് ടു n = 0. അപ്പം n = 0 എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ട് സ്റ്റേറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയത് ഈ റേഞ്ചിൽ. 0 <r π/2 or 0 v0 π/2 square 2h² ma², which is the even bound state. ഇനി നെക്സ്റ്റ് റേഞ്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് π/2. ആറിൻ്റെ റേഞ്ച് π/2 r π. π/2 r π or corresponding π/2 in terms of v0 π/2 square 2h² ma² v0 π² 2h² ma². ആ റേഞ്ച് എന്ന് പറയുന്നത് എന്താ? അപ്പം ആറിൻ്റെ വാല്യൂ ഈ ഒരു റീജിയനിൽ എവിടെയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ആറിൻ്റെ വാല്യൂ ഈ റീജിയനിൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു പോയിൻ്റാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പം അത് എത്ര പോയിൻ്റ്? 2 പോയിൻറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. എഗെയിൻ n = 0 എന്ന് പറയുന്ന ബൗണ്ട് സ്റ്റേറ്റും n = 1 എന്ന് പറയുന്നത് ഇതൊരു ഈവൻ ബൗണ്ട് സ്റ്റേറ്റ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ടുള്ള ഈവൻ ബൗണ്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ഓഡ് ബൗണ്ട് സ്റ്റേറ്റ് ആണ്. n = 0 correspond to even state which is the ground state, and n = 1 correspond to first odd state. ഇനി നമ്മൾ എടുക്കുന്ന റീജിയൻ ആറിൻ്റെ റീജിയൻ π r < 3 π/2. സിമിലർലി ഇൻ ടേംസ് ഓഫ് v0 നമ്മൾ എടുക്കുന്ന റീജിയൻ്റെ ആറിൻ്റെ വാല്യൂ ബിറ്റ്വീൻ ഈ ഒരു റീജിയനിൽ ബൗണ്ട് ചെയ്യണം. ഈ ഒരു റീജിയനിൽ കറസ്പോണ്ടിങ് റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരച്ചാൽ ഈ ഒരു റീജിയനിൽ വരുന്ന ഇതാട്ടോ വരച്ചത്. ഈ ഒരു റീജിയനിൽ വരുന്ന സർക്കിൾ വരച്ചാൽ അവിടെ 3 ബൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്. അപ്പം again n = 0, n = 1, n = 2. അതിൽ n = 0 be the ground state which is even, n = 1 first excited state is the odd, n = 2 is the second excited state which is the even. ഇതേപോലെ നമുക്ക് ഏത് റേഞ്ചിലുള്ളയും എത്ര ബൗണ്ട് സ്റ്റേറ്റ് ഉണ്ടെന്ന് കറസ്പോണ്ടിങ് കണ്ടുപിടിക്കും. നമുക്കിനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. ജനറൽ ആയിട്ടുള്ള nth കേസ് എടുക്കുമ്പോൾ we have r = n π/2, v0 = π/2 square 2h² ma² n². അതിന് കറസ്പോണ്ടിങ് ആയിട്ട് n നമ്പർ ഓഫ് ബൗണ്ട്സ്. നെക്സ്റ്റ് നമ്മളൊരു എക്സ്ട്രീം ബൗണ്ട് സ്റ്റേറ്റ് കേസ് കൺസിഡർ ചെയ്യുക. v0 ഇൻഫിനിറ്റി. ഇത് നമ്മൾ എന്താണ് നമ്മുടെ v0 ഇൻഫിനിറ്റി പറഞ്ഞാൽ എന്താണ്? v0 ഇൻഫിനിറ്റി മീൻസ് ഈ വിഡ്ത്ത് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഈ പൊട്ടൻഷ്യൽ നമ്മൾ ഈ v0 എന്ന് ഡിഫൈൻ ചെയ്തത് ഉണ്ടാവില്ല, അത് ഇൻഫിനിറ്റിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത പാർട്ടിക്കിളിൻ്റെ ഇൻഫിനിറ്റ് ബോക്സുള്ള കേസിലേക്ക് പോവുകയാണ്. v0 ഇൻഫിനിറ്റിലേക്ക് പോകുമ്പം r ഓൾറെഡി എന്തായിരിക്കും? ഇൻഫിനിറ്റിലേക്ക് പോകും. അപ്പം r ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ √r² - α n² നമ്മുടെ ആൽഫ മൈനസ് ആൽഫ n കോട്ട ആൽഫ എന്നിനെയും ആൽഫ n ടാൻ ആൽഫ എന്നിനെ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. ആൻഡ് അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞാൽ അസിംപ്റ്റോട്ട് ആയിരിക്കും.
അതിൻ്റെ വാല്യൂ ആൽഫ n is equal to n pi by 2. അത് നമ്മൾ പറിച്ചിട്ടുണ്ട്. ടാനിൻ്റെയും കോട്ടിൻ്റെയും വാല്യൂ അസിംപ്റ്റോട്ടലാണ്, ആക്സിസിനെ മീറ്റ് ചെയ്യുക. ദെൻ കറസ്പോണ്ടിങ് നമുക്കതിന് സൊല്യൂഷൻ കിട്ടുക. ടാൻ ആൽഫ n ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ആൽഫ എന്നിൻ്റെ വാല്യൂ 2n+1/2 പൈയും ഫോർ n is equal to 0, 1, 2, 3 etc. ആൻഡ് കോട്ട് ആൽഫ n ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ ആൽഫ എന്നിൻ്റെ വാല്യൂ n പൈയും ഫോർ n is equal to 1, 2, 3. These two equations combine ചെയ്യുമ്പോൾ we get alpha n is equal to n pi by 2 for n is equal to 1, 2, 3. ദിസ് മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് വഴിയാണ്. ദെൻ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആൽഫാനിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആൽഫാനിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വി ഗെറ്റ് ദ എനർജി ഏഗൻ വാല്യൂ En is equal to pi square h² by 2ma² n². ഇത് നമ്മൾ ഓൾറെഡി പാർട്ടിക്കിളിനെ ഇൻഫൈനൈറ്റ് ബോക്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേ എനർജിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഫൈനൈറ്റ് ബോക്സിൻ്റെ വെല്ലിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പം അതിൽ നമ്മൾ ഇൻഫൈനൈറ്റ് കണ്ടീഷൻ കൊടുത്താൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഇൻഫൈനൈറ്റ് വെല്ലിൻ്റെ അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് ബോക്സിൻ്റെ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ചെയ്തു വന്നത് പാർട്ടിക്കിളെ ഫൈനൈറ്റ് ബോക്സിനാണ്. അപ്പോൾ ഫൈനൈറ്റ് ബോക്സിൽ എക്സ്ട്രീം കണ്ടീഷൻ കൊടുത്തപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്ത എനർജി ഏഗൺ വാല്യൂസ് കിട്ടി. ദെൻ നമ്മൾ ഗ്രാഫിൽ നിന്നാണ് ബൗണ്ടറി സ്റ്റേറ്റ് കൺസിഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ ഗ്രാഫ് പ്രോപ്പറായിട്ട് വൃത്തിക്ക് വരയ്ക്കുക. അപ്പോൾ വൃത്തിക്ക് വരച്ചിട്ട് അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ കിട്ടി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിക്കുക. ഓക്കെ, അതോടെ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഈ മൊഡ്യൂളിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.